ഇൻകം ടാക്സിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ സാലറി, രണ്ടാമത്തെ ഹൗസ് പ്രോപ്പർട്ടി, മൂന്നാമത്തത് ബിസിനസ് ഓർ പ്രൊഫഷൻ, നാലാമത്തത് ക്യാപിറ്റൽ ഗെയിൻ, അഞ്ചാമത്തത് അതർ സോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അതിലെ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകമായ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി എന്താണെന്ന് എനിക്കറിയാം, വീട് അല്ലേ, വീടിനാണ് നമ്മളിന്ന് വിളിക്കുക ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഹൗസ് പ്രോപ്പർട്ടീനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി, അതായത് നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വീട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സെൽഫ് ഒക്യുപ്പൈഡ് ആണ്. ഇനി അതല്ല, വീട് നമ്മൾ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെന്താ വിളിക്കാം? ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് വിളിക്കാം. ഓക്കെ, അതാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി ഒരു ഇൻകം നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകത്തിൽ കാണിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന 3 കണ്ടീഷൻസ് എന്തായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതിലൊന്നാമത് പ്രോപ്പർട്ടി മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ബിൽഡിങ്സ്, അതായത് ബിൽഡിങ്സ് ഒക്കെ ഉൾപ്പെട്ടതായിരിക്കണം പ്രോപ്പർട്ടി, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. രണ്ടാമത് ദി അസസി മസ്റ്റ് ബി ദി ഓണർ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി, ആ ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്ന ആര് തന്നെയായിരിക്കണം? അസസി തന്നെയായിരിക്കണം. അസസി ആരാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈസ് എ പേഴ്സൺ ഹൂ ഇസ് ലാബിൾ ടു പേ ടാക്സ്. ഓക്കെ, മൂന്നാമത് ഈ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ടോ പ്രൊഫഷന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരില്ല, പകരം ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ഓർത്ത് വെക്കാം. ഇനി ചില ഹൗസ് പ്രോപ്പർട്ടി ഇൻകംസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. എന്താ ഫുള്ളി എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ? ചില ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? നികുതി കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അത്തരത്തിൽ കുറച്ച് ഹൗസ് പ്രോപ്പർട്ടി ഇൻകംസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ഫാം ഹൗസിൽ നിന്ന് കിട്ടുന്ന ഇൻകം. 2 ദി പാലസ് ഓഫ് എക്സ് ഇന്ത്യൻ റൂളർ. എന്താ പാലസ് എന്ന് വെച്ചാൽ കൊട്ടാരമാണ് അല്ലേ, മുൻകാലങ്ങളിൽ ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് മൂന്നാമത്തെ പറയുന്നത് ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഓൺഡ് ബൈ. അതിൽ കുറേ സബ് പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. ലോക്കൽ അതോറിറ്റി, സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ, ചാരിറ്റബിൾ ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടി, യൂണിവേഴ്സിറ്റി ഓർ അതർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവരൊന്നും ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകംസ് ഇൻ ഹൗസ് പ്രോപ്പർട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ പോയിൻറ്റ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ദെൻ ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതിൽ സ്റ്റാർട്ടിങ് വിത്ത് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. ഓക്കെ, ഗ്രോസ് ആനുവൽ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൽ നിന്ന് എന്താ മൈനസ് ചെയ്യേണ്ടത്? മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യണം. മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗറെ നമ്മൾ എന്താ വിളിക്കുക? നെറ്റ് ആനുവൽ വാല്യൂ എന്നാണ്. ദെൻ ഈ നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് 2 ഡിഡക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 24 പ്രകാരം 24A ഉണ്ട്, 24B ഉണ്ട്. 24A എന്ന് പറഞ്ഞു വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്. ദാറ്റ് ഈസ് 30% ഓഫ് NAV. നമ്മൾ മുന്നേ കണ്ട NAVയുടെ 30% 30% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി 24Bയിൽ ഹോം ലോൺ ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്യാനോ വീട് വാങ്ങാനോ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ നമ്മൾ പലിശ കൊടുക്കുമല്ലോ, അതാണ് ഇവിടെ വരുന്നത് 24Bയിൽ വരുന്നത്. ഈ ഫൈനലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ ഫോർമാറ്റ് ഓർത്ത് വെക്കുക. സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്? GAV അഥവാ ഗ്രോസ് ആനുവൽ വാല്യൂ. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. അതിൽ നിന്ന് ഈ 2 ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഫിഗറാണ് എന്ത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി ഗ്രോസ് ആനുവൽ വാല്യൂ ചില കേസിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തരും, ചിലപ്പോൾ അത് തരില്ല. അങ്ങനെ തരാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണ് GAV കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് വേണം. ആ ഇൻഫർമേഷൻസ് എന്തായാലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഫസ്റ്റ് വൺ MRV ആണ്. MRVൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ആണ്. എന്താ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ? റെൻറ്റ് ഫിക്സഡ് ബൈ ലോക്കൽ അതോറിറ്റി. ഓക്കെ, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എന്ന് എന്താണ്? റെൻറ്റ് ഫിക്സഡ് ബൈ ലോക്കൽ അതോറിറ്റി. ദെൻ FRV എന്ന് പറഞ്ഞാൽ ദ റെൻറ്റ് ഓഫ് സിമിലർ പ്രോപ്പർട്ടി ഇൻ സിമിലർ ലൊക്കാലിറ്റി. ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതേ സ്ഥലത്ത് നിങ്ങൾ അതേ ഒരു വീട് അപ്പുറത്തുണ്ട്,
അതിനെത്ര വാടകയാണ് മറ്റുള്ള ആൾക്കാർ ചാർജ് ചെയ്യുന്നത്, അതിനാണിത് വിളിക്കാം FRV. ഇനി സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് വെച്ചാൽ ഒരു നിയമപ്രകാരം റെൻ്റ് കൺട്രോൾ ആക്ട് പ്രകാരം എത്രയാണോ റെൻ്റ് വരുന്നത് അതിനാണിത് വിളിക്കാം സ്റ്റാൻഡേർഡ് റെൻ്റ്. ഞാൻ അതിൻ്റെയൊക്കെ ഷോർട്ട് ഫോമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം MRV എന്ന് പറഞ്ഞാൽ എന്താണ്? മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ. FRV എന്ന് പറഞ്ഞാൽ ഫെയർ റെൻ്റൽ വാല്യൂ. SR എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് റെൻറ്റ്. ലാസ്റ്റ് AR എന്ന് വെച്ചാൽ നമുക്കൊരു വർഷം ആക്ച്വലി എത്ര റെൻറ്റ് കിട്ടുന്നോ അതിനാണ് നമ്മളെന്ത് വിളിക്കാം? ആക്ച്വൽ റെൻ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ടേംസ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. MRV, FRV, SR ആൻഡ് AR. അപ്പോൾ നമുക്ക് ഈ ഇൻഫർമേഷൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാണേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ഉണ്ടാവും, ഫെയർ റെൻ്റൽ വാല്യൂ ഉണ്ടാവും, സ്റ്റാൻഡേർഡ് റെൻ്റ് ഉണ്ടാവും, ആക്ച്വൽ റെൻ്റ് ഉണ്ടാവും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവിനെ ഫെയർ റെൻ്റൽ വാല്യൂവിനെ കമ്പയർ ചെയ്യാം. ഓക്കെ, താരതമ്യം ചെയ്യാം. അതിലേതിനെടുക്കുക? വലിയ ഫിഗർ ഏതാണോ അതിനെടുക്കാം. ഓക്കെ, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവും ഫെയർ റെൻ്റൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ വലിയ ഫിഗർ എടുക്കാം. ഇനി ആ കിട്ടിയ ഫിഗറിനെ, ആ വലിയ ഫിഗർ ഉണ്ടാവുമല്ലോ, ആ ഫിഗറെ നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഏതാ എടുക്കേണ്ടത്? ചെറുതാണ് എടുക്കേണ്ടത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ആദ്യം മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവിനെ ഫെയർ റെൻ്റൽ വാല്യൂവിനെ കമ്പയർ ചെയ്ത് വലുതെടുക്കുക. കിട്ടിയ വലുതിനെ നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് ഏതാ എടുക്കേണ്ടത്? ചെറുതാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ആ ചെറുതിന് നമ്മൾ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റെൻ്റ് എന്നാണ്. എന്താണ്? എക്സ്പെക്റ്റഡ് റെൻ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സ്പെക്റ്റഡ് റെൻറ്റിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് ഏത് എടുക്കേണ്ടത്? വലുത്. അതായിരിക്കും നമ്മുടെ GAV. അപ്പോൾ ഈ പ്രോസസ്സ് നിങ്ങൾ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ആദ്യം എന്ത് ചെയ്യുക? വലുതെടുക്കുക, പിന്നെ ചെറുതെടുക്കുക, പിന്നെ വലുതെടുക്കുക. അപ്പം മുനിസിപ്പൽ വാല്യൂവിനെ ഫെയർ റെൻ്റൽ വാല്യൂവിനെ കമ്പയർ ചെയ്തിട്ട് വലുതെടുക്കുക. ആ കിട്ടുന്ന ഫിഗറിനെ സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ചെറുതെടുക്കുക. അപ്പോൾ അതിനെ നമ്മൾ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റെൻ്റാണ്. ഇനി എക്സ്പെക്റ്റഡ് റെൻറ്റിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് എന്തെടുക്കണം? വലുതെടുക്കണം. അതായിരിക്കും നിങ്ങളുടെ GAV. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണിത്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ ക്വസ്റ്റ്യൻ 4 ഐറ്റം തന്നിട്ടുണ്ട്. ഫെയർ റെൻ്റൽ വാല്യൂ, മുനിസിപ്പൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻറ്റ്, ആക്ച്വൽ റെൻറ്റ്. GAV കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം ചെയ്തുകൂടെ? ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫെയർ റെൻ്റൽ വാല്യൂവിനെയും മുനിസിപ്പൽ വാല്യൂവിനെയും കമ്പയർ ചെയ്യുക. എന്നിട്ട് എന്തെടുക്കണം? വലിയ ഫിഗർ എടുക്കുക. ഇതിൽ വലിയ ഫിഗർ ഏതാ? 9,60,000. ഇനി ഈ 9,60,000 നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, അപ്പം 9,60,000 നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുക? സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് ഏതാണ് എടുക്കേണ്ടത്? ചെറുതാണ് എടുക്കേണ്ടത്. അപ്പോൾ 9,60,000 ആണോ ചെറുത്? 7,20,000 ആണോ ചെറുത്? നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? ഏതാ? സ്റ്റാൻഡേർഡ് റെൻ്റാണ് ചെറുത്. 7,20,000 ആണ് ചെറുത് അല്ലേ? അപ്പോൾ ഈ 7,20,000 നമ്മൾ എന്താ വിളിക്കുക എന്നറിയോ? എക്സ്പെക്റ്റഡ് റെൻ്റ് എന്നാണ്. എന്താ വിളിക്കുക? എക്സ്പെക്റ്റഡ് റെൻറ്റ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ എക്സ്പെക്റ്റഡ് റെൻറ്റിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് എന്താ എടുക്കേണ്ടത്? വലുതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഏതാ വലുത്? എക്സ്പെക്റ്റഡ് റെൻറ്റ് 7,20,000 ആണ്. ആക്ച്വൽ റെൻറ്റ് 10,80,000 ആണ്. അപ്പോൾ ആക്ച്വൽ റെൻ്റല്ലേ വലുത്. അപ്പം വലുതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്രയായി? 10,80,000. അതായിരിക്കും നമ്മുടെ GAV. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ്സ് ഓർമ്മിച്ച് വെക്കുക. ആദ്യം ഫെയർ റെൻ്റൽ വാല്യൂവിനെയും മുനിസിപ്പൽ വാല്യൂവിനെയും കമ്പയർ ചെയ്തിട്ട് വലുതെടുക്കുക. ആ കിട്ടിയ വലുതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കമ്പയർ ചെയ്തു. എന്നിട്ട് നമ്മൾ ചെറുതെടുത്തു. ഇനി ആ ചെറുതിനെ എന്തായിട്ട് അറിയപ്പെടും? എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് അറിയപ്പെടും. ഇനി ആ എക്സ്പെക്റ്റഡ് റെൻറ്റിനെയാണ് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്തെടുക്കണം? വലുതെടുക്കണം. ഓക്കെ അല്ലേ? യെസ്.